മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ ഈ ദിവസം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്, ഈശോയും ശിഷ്യന്മാരും വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു അന്ധയാചകനെ കാണുകയാണ്. അപ്പോൾ ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുകയാണ്, ആരുടെ പാപം നിമിത്തമാണ് ഇവൻ അന്ധനായി തീർന്നത്? കഴിഞ്ഞ കാലത്തിൻ്റെ കാര്യം കർത്താവിനോട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്. കഴിഞ്ഞ കാലത്തിലേക്കല്ല ഈശോ നോക്കുന്നത്, നമ്മുടെ ഭാവിയിലേക്കാണ്. ഭൂതകാലത്തെ എല്ലാം കർത്താവ് മറച്ചു കളഞ്ഞു. ഭാവി നമ്മൾ ഓരോരുത്തരും നോക്കണം. കർത്താവ് പറയുന്നത് ഇതാരുടെയും പാപനിമിത്തമല്ല, ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഇവനിൽ സംഭവിക്കേണ്ടതിനാണ്. കഴിഞ്ഞ കാലത്തിലല്ല, ഭാവിയിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം ഇവൻ്റെ ജീവിതത്തിൽ നടക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇവൻ്റെ ഈ അന്ധത. എന്തുകൊണ്ട് എന്ന ചോദ്യം നിൻ്റെ ജീവിത പ്രശ്നങ്ങളുടെ നിമിഷങ്ങളിൽ ചോദിക്കാതെ ദൈവം എന്ത് പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് വിശ്വാസത്തോടെ നോക്കിക്കാണാനായിട്ട് നിനക്ക് സാധിക്കണം. ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നു? പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നീ ചോദിക്കേണ്ട. ദൈവം എന്ത് പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് നീ നോക്കിയാൽ മതി. ദൈവം ഭാവിയെ ശോഭനമാക്കുന്നവനാണ്. ഇരുട്ട് വെളിച്ചം വെളിപ്പെടാനുള്ള വേദിയാണ്. വീണ്ടും സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുകയാണ്, കർത്താവ് മണ്ണിൽ തുപ്പിയിട്ട് അത് കുഴച്ച് അവൻ്റെ കണ്ണിൽ പുരട്ടി അവനോട് ശീലോഹ കുളത്തിൽ പോയി കഴുകാനായിട്ട് ആവശ്യപ്പെടുകയാണ്. തുപ്പൽ നമുക്കിഷ്ടമുള്ള കാര്യമല്ല. അത് മണ്ണിനോട് ചേരുമ്പോൾ ആ മണ്ണും നമുക്കിഷ്ടമല്ല. അന്ധനെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്നവനാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവപ്രവർത്തനത്തിൻ്റെ ഇടപെടലിലുള്ള വസ്തുക്കളായിട്ട് മനുഷ്യൻ അവഗണിക്കുന്ന തുപ്പലിനെയും മണ്ണിനെയും ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ആ വസ്തുക്കൾ കൊണ്ട് ഈശോനാഥൻ സമൂഹം അവഗണിച്ച ഒരുവന് കാഴ്ച നൽകുകയാണ്. സമൂഹം അവഗണിച്ചതിനെ തിരഞ്ഞെടുത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നിൻ്റെ ജീവിതത്തിൽ നീ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയിലാണോ? മറ്റുള്ളവർ നിന്നെ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരവസ്ഥയിലാണോ? നീ ഭയപ്പെടേണ്ട. ദൈവം നിന്നെ തിരഞ്ഞെടുത്ത് നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉളവാക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. സമൂഹം മാറ്റി നിർത്തിയ തുപ്പലിനെയും മണ്ണിനെയും മനുഷ്യനെയും അവിടുന്ന് തിരഞ്ഞെടുത്ത് അവിടുന്ന് തൊട്ടപ്പോൾ അവിടെ അത്ഭുതമുണ്ടായി. മാറ്റി നിർത്തപ്പെട്ട നിൻ്റെ ജീവിതത്തെ ദൈവം തൊടുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതമുണ്ടാകും. ദൈവം നിൻ്റെ ജീവിതത്തെ തൊടും. അതിനുശേഷം ഈശോ ഈ അന്ധയാചകനോട് പറയുന്നത് നമ്മൾ കേട്ടു, കുളത്തിൽ പോയി കഴുകുക. അന്ധനോടാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അവൻ കുളത്തിൽ പോയി കഴുകി. അപ്പോഴാണ് അവന് കാഴ്ച കിട്ടിയത്. ദൈവം പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ഏറ്റുവാങ്ങുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നമ്മൾ ദൈവം പറയുന്നത് കേൾക്കാനായിട്ട് നിൽക്കാറുണ്ടോ? ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ടോ? അന്ധൻ അവൻ്റെ അന്ധത പോലും പരിഗണിക്കാതെ ദൈവം പറഞ്ഞത് ചെയ്തപ്പോഴാണ് അത്ഭുതം സംഭവിച്ചത്. നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ദൈവം പറയുന്നത് ചെയ്യാനായിട്ട് നീ തയ്യാറായാൽ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ഈ 3 ചിന്തകളെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ദൈവം ഭാവിയിലേക്ക് നോക്കുന്നവനാണ്. അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നോക്കാതെ ദൈവം എന്ത് പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് നോക്കുക. 2, മാറ്റി നിർത്തപ്പെട്ടതിനെ ദൈവം തൊടും. ദൈവം തൊട്ടാൽ അത്ഭുതമുണ്ടാകും. 3, നിൻ്റെ പ്രതിസന്ധികളിലും ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാവുക. ദൈവത്തിൻ്റെ കൃപ നിന്നിലേക്ക് ഒഴുകും. കരങ്ങളെ യാചനയോട് പിടിച്ച് നിൻ്റെ ജീവിതത്തെയും ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ.
ഇവരുടെ ജീവിതങ്ങളിലേക്കും അധ്വാനങ്ങളിലേക്കും നൊമ്പരങ്ങളിലേക്കും അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. കുറവുകളിൽ ഇറങ്ങിച്ചെല്ലണമേ. ഇവരെ തൊഴണമേ. ഒരത്ഭുതം ഇവരുടെ ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിക്കണമേ. വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യനാഥ, അങ്ങെനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ ഈ ദിവ്യകാരുണ്യത്താൽ ഇവരെ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന്, വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുടെ പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.